ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം നേരുന്നു. ഇപ്പോൾ നമ്മളിന്ന് സാമ്പാർ വെക്കാനാണ്. സാമ്പാറിന് ദാല്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, വള്ളിപ്പയറുണ്ട്, പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ, തക്കാളി, മുരിങ്ങക്കോല്, പരിപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ചു കേട്ടോ. വേവിച്ചിട്ട് ഉടച്ചു. അപ്പം സാമ്പാറിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു കേട്ടോ. അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ലൂസാക്കി കളയരുത്. പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ടാൽ ഞാൻ വെച്ചേക്കണേ. അപ്പോൾ പരിപ്പ് നമ്മൾ ഉടയ്ക്കണം, ഇങ്ങനെ സാമ്പാറിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സാമ്പാറിന് വേണ്ട മസാലക്കൂട്ട് ഞാൻ റെഡിയാക്കി. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ, പിന്നെ വെണ്ടയ്ക്ക ഞാൻ ഏറ്റവും അവസാനം ഈ മസാലയിലോട്ട് വാഴട്ടും കേട്ടോ. അപ്പം വെണ്ടയ്ക്ക ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളകിട്ടിട്ടുണ്ട്, പത്തലമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കടുകും ഉലുവയും കൂട്ടിയിട്ട് വഴറ്റി. പിന്നെ ഇതിനകത്ത് മുളക് പൊടി, കുറച്ച് സാമ്പാർ മസാല, മല്ലിപ്പൊടി ഇത്രയാക്കി നമ്മളിത് ആക്കി അങ്ങോട്ടിട്ടും കേട്ടോ. ഏറ്റവും അവസാനം കായപ്പൊടിയേ. അപ്പോൾ ബാക്കി അടുത്ത സ്റ്റെപ്പ് കാണിക്കാവേ. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ മസാല സെറ്റായി കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് ഇടണേ. ഏറ്റവും അവസാനം മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കാം. ഇനി ഇത് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മിക്സാക്കി വെക്കുക. ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് മല്ലിയില ഉള്ളവരുണ്ട് മല്ലിയില ഇടാം കേട്ടോ. ഇച്ചിരി കായപ്പൊടി, ഒത്തിരി കായം ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് കായം ഇട്ട്. ഈ സാമ്പാർ പൊടിയിലൊക്കെ കായം ഉള്ളതാണ്. അപ്പം ഇനിയൊരു 10-15 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. ഇച്ചിരി കുറുകിക്ക് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. MK കുക്കിംഗ് റെസിപ്പീസ് ഷെയറും ലൈക്കും ചെയ്യണേ. താങ്ക് യു.